ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രോഷറ്റ് കട്ട്. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റി സംഗതി ഉണ്ടാക്കണേ ക്രോഷറ്റ് ബേസിക് സ്റ്റെപ്സ് ആണ്. ഇത് അറിയാത്തവർക്ക് ക്രോഷറ്റ് തന്നെ ഒരു വല്ലാത്ത രീതിക്കേക്കണം പോവല്. സോ അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ ഹുക്ക് വേണം, പിന്നെ ഏതെങ്കിലും ഒരു യാണ്. ഞാനിപ്പോഴത്തെ ലോക്കൽ അക്രലിക് യാൺസ് ആണ്. എൻ്റെ അടുത്ത യാൺസ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. അത് കാണാത്തവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വേണ്ട സ്റ്റിച്ച് മാർക്കേഴ്സാണ്. പിന്നെ നീഡിൽസ് നമുക്ക് ആവശ്യമില്ല. പിന്നെ വേണ്ടത് സിസേഴ്സ് ആവശ്യം വരും. ഫസ്റ്റ് നമ്മൾ ചെയ്യണത് ചെയിൻ സ്റ്റിച്ചാണ്. സോ അതിനായിട്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടണം. സ്ലിപ്പ് നോട്ട് ഇടാൻ ഇതുപോലെ ചെയ്യണവരുണ്ട്. വേറെ കുറേ ടൈപ്സ് ഓഫ് സ്ലിപ്പ് നോട്ട് ഇടലുണ്ട്. സോ ഇതാണ് ഒന്നാമത്തെ രീതി വരുന്നത്. ഇങ്ങനെ ഇതുപോലെ കയ്യിലൊന്ന് ചുറ്റിൻ്റെ ശേഷം ഒന്നിങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി. ഇത് ഒന്നാമത്തെ രീതിയാണ്. പക്ഷെ ഞാൻ ഈ രീതിയല്ല ഫോളോ ചെയ്യൽ. ഞാൻ ഫോളോ ചെയ്യൽ വേറൊരു രീതിയുണ്ട്. ഇതുപോലൊരു കയ്യിൽ ഇങ്ങനെ ചുറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറച്ച് സിമ്പിളായിട്ട് തോന്നുന്നത് എനിക്കിതാണ്. കാരണം ഞാൻ അധിക ടൈമിലും ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഫോക്കസ് ചെയ്തിട്ടാണ് എല്ലാ ബോക്സിലും യൂസ് ചെയ്യൽ. സോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്രോഷ്യ പഠിക്കുമ്പോൾ ചെയ്തത് ഇതായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇതന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. സോ പിന്നെ ഞാനിതാ ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് നമ്മളെ ലൂപ്പ് ഉണ്ടല്ലോ, ആ ഒരു നമ്മളെ ഇതിലുള്ളത് എന്താ ഇത് അതിനാണ് ലൂപ്പ് എന്നാണ് അതിന് പറയൽ. സോ ഈ ലൂപ്പിലൂടെ നമ്മൾ ഇട്ടിട്ട് യാൺ ഓവർ ചെയ്തിട്ട് മെല്ലെ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഈ ഹുക്കും അതിലുള്ള യാൺ ഓവർ ചെയ്ത യാണും ഉള്ളിൽ കയറ്റണം. അതാണ് ഏറ്റവും വലിയ ബിഗിനേഴ്സിന് കുറച്ച് ടഫായിട്ട് തോന്നുന്നത്. പക്ഷേ ബിഗിനറൊക്കെ കഴിഞ്ഞാൽ നമുക്കിതൊക്കെ സിമ്പിളാണ്. നമ്മൾ നല്ലോണം സ്പീഡിലാണ് ചെയ്യുക അല്ലേ. സോ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ കയറ്റലാണ് ചെയിൻ സ്റ്റിച്ച് വരുന്നത്. ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ലുക്ക് വരുന്നത് നമ്മുടെ മുടിയെല്ലാം നമ്മൾ മുടഞ്ഞിട്ടില്ലേ, മുടഞ്ഞ് കിട്ടാന്ന് പറയാൻ അതുപോലെയൊക്കെയാണ് നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ലുക്ക് കാണാൻ. ഞാൻ ഫസ്റ്റ് ബിഗിനറായ ടൈമിൽ ഞാൻ ആദ്യം എൻ്റെ ഫ്രണ്ടായിരുന്നു എനിക്ക് ചെയിൻ സ്റ്റിച്ച് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത്. സോ അപ്പോൾ ഇതുപോലെ ഉണ്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യൽ. ഏത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും അതിനായിട്ട് വേണ്ടത് ഒന്നാണ് ഈ ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് സ്റ്റിച്ചസൊക്കെ നല്ല രീതിയിൽ കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ വർക്ക് നല്ല രീതിയിലാവണം കണ്ടോ. നമ്മൾ മുടിഞ്ഞിടണ മാതിരി ചെയ്യണം. ഇത് ലോക്കൽ യാൺ ആയതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പൊന്തലൊക്കെ ഉണ്ടാക്കും. ലോക്കൽ അക്രലിക് യാൺസ് ആണ്. സോ നമ്മൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലൊന്ന് യാൺ പിടിച്ച് വലിച്ച് എല്ലാം അങ്ങോട്ട് പോകും. അതിന് നമ്മൾ അടയാളം വെക്കുന്നതിനുമാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യണത്. സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ മുട്ടുസൂചിയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ വിടാം കേട്ടോ. സോ അപ്പം നമ്മളിതാ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വലിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അത് ലോക്കായി കിടക്കും. പിന്നെ അങ്ങനെ വലിഞ്ഞു പോകില്ല. അപ്പോൾ സ്റ്റിച്ച് മാർക്കേഴ്സ് ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നതാണ് സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഏത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ചെയിൻ സ്റ്റിച്ച് വേണം നമ്മളെല്ലാതും ചെയ്യാൻ. അപ്പോൾ സിംഗിൾ ക്രോഷ്യ വരുന്നതും ഇതുപോലെ തന്നെയാണ്. വളരെ കുറച്ചു പണികൾ മാത്രമേ ഉള്ളൂ. എല്ലാ സ്റ്റിച്ചസും നോക്കുകയാണെങ്കിലും ഹൈറ്റിൻ്റെ ഡിഫറൻസ് മാത്രമേ അവിടെ കാണുള്ളൂ. വേറെ ഒരു പ്രശ്നം അവിടെ കാണില്ല. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കണില്ല. കാരണം എന്നോട് ആദ്യം തന്നെ പറയുന്നുണ്ട് ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സ്ലോ ആയിട്ട് വേണം വീഡിയോസ് കാണിക്കാൻ. സോ എന്നാലാണ് ബിഗിനേഴ്സിന് മനസ്സിലാവില്ല. മറ്റുള്ളവർക്ക് പിന്നെയും നമ്മളെ റൈറ്റിങ്സ് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ബേസിക് സിസ്റ്റേഴ്സിന് അങ്ങനെ റൈറ്റിങ്സ് ഒന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ ബേസിക് സ്റ്റെപ്സ്. സോ ബേസിക് സ്റ്റെപ്സ് എന്നും പറയാം. സോ ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ യാൺ ഓവർ ചെയ്യണം. യാൺ ഓവർ ചെയ്തിട്ട് നമ്മളിത് ഒന്നാമത്തെ ചെയിന്, ഇത് കാണുന്നതാണ് ഒന്നാമത്തെ ചെയിന്. സോ ഞാൻ ഇത് നേരത്തെ ശ്രദ്ധിച്ചില്ല. ഇത് ഒന്നാമത്തെ ചെയിന്. അതിൻ്റെ അടിയുള്ളത് രണ്ടാമത്തെ ചെയിന്. സോ നമ്മൾ രണ്ടാമത്തെ ചെയിനുള്ളിൽ കൂടാണ് കയറ്റണം. ശരിക്കും പറഞ്ഞാൽ അതിനുള്ളിൽ കൂടി ഫസ്റ്റ് ഒരു ഇതിൽ മാത്രമാണ് കയറ്റേണ്ടത്.
ഞാൻ വെറുതെ കേട്ടോ യാണോവർ ചെയ്തത്. സോറി, ഞാൻ പെട്ടെന്നുള്ള രീതിയിൽ ഞാൻ അധികം ചെയ്യലില്ല, ഡബിൾ ക്രോഷ്യസ് ആണ്. സോ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്തതാണ്. സോറി, അങ്ങനെ യാണോവർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തിട്ട് ആദ്യം ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുക ലൂപ്പിൻ്റെ ഉള്ളിൽ, പിന്നെ യാണോവർ ചെയ്തിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റണം. സോ യാണോവർ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തിൽ മാത്രമാണ് നമ്മൾ നേരെ രണ്ടാമത്തിനുള്ളിൽ കയറ്റണത്. അത് ഹൈറ്റിന് വേണ്ടിയിട്ട് ചെയ്യാണ്. ബാക്കിയുള്ളതൊക്കെ നേരെ അടുത്തടുത്തുള്ളതിലൊക്കെ ചെയ്യേണ്ടതാണ്, ഹൈറ്റിന് വേണ്ടിയിട്ടാണ്. സോ ഇത് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതിൽ രണ്ടാമത്തെ ചെയിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഹൈറ്റിന് വേണ്ടി ചെയ്യണേ, ബാക്കിയുള്ള എല്ലാം ഇതിലായിട്ട് ചെയ്യണേ. പിന്നെ നേരെ അടുത്തുള്ളതിൽ കയറ്റിയിട്ട് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറാം. പിന്നെ യാണവർ ചെയ്തിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റാം. അങ്ങനെയാണ് സംഗതി വരുന്നത്. സിമ്പിളാണെന്ന് പറയാനുള്ള റീസൺ ഇതുപോലെ കണ്ട ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ട് രണ്ടാമത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റാം. ഫസ്റ്റ് യാണവർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇതിൻ്റെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ള ഒരു ചെയിനിൽ മാത്രം കയറ്റാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെയിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് യാണവർ ചെയ്തിട്ട് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി മാത്രം കയറ്റാം. പിന്നെ യാണവർ ചെയ്തിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി വേണം കയറ്റാൻ. സോ അങ്ങനെയാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് വരുന്നത്. സോ നിങ്ങൾ ഫുള്ളായിട്ട് ചെയിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഏകദേശം നമ്മൾ ഇതുപോലെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു നോട്ട് ഇട്ടെടുക്കണം. ആ നോട്ട് എങ്ങനെ ഇടലെന്ന് വെച്ചാൽ നമ്മളൊരു ചെയിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് യാണോവർ ചെയ്തിട്ട് നേരെ ആ യാണോവർ 2ൻ്റെ ഉള്ളിൽ കൂടി കയറ്റലാണ് ഇതിൻ്റെ മെയിൻ ടിപ്പ്. ഞാൻ അടുത്തതിൽ കാണിച്ചത് മെയിനായിട്ട്. സോ ഒന്നും കൂടി ഇതുപോലെ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ ചെയിനിൽ കയറ്റിയിട്ട് യാണോവർ ചെയ്തിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. ഈ നൂലിലാണ് യാണ് പറയണത്. സോ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. സോ ഇതാണ്ടോ ഒന്നും കൂടി ചെയിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ട് യാണോവർ ചെയ്തിട്ട് ആ യാണെന്നെ മറ്റേ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റണം. സോ കണ്ടോ, മീൻസ് 2 കൂടി ഒപ്പം കയറ്റലാണ് മീൻസ് പറഞ്ഞത്. എൻ്റെ സൗണ്ട് കുറച്ച് പോയി ഒന്ന് റെഡിയായി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ഉണ്ടാവും, പറയണതൊക്കെ മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്ത് ഇത് വേണമെങ്കിലും നേരെ കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ എന്തായാലും അതിന് റിപ്ലൈ അല്ല തരുന്നത്, ഞാൻ അതിനായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യൽ. കാരണം റിപ്ലൈ തരുമ്പോൾ എല്ലാവരും നോക്കണം എന്നില്ല. സോ നമ്മളെ കമൻറ്റൊക്കെ തപ്പി കൊണ്ട് പിടിച്ച് അത് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കുറച്ച് കമൻറ്റ്സ് ഒക്കെ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ തുടങ്ങുന്ന ഒരു ചാനലാണ്.
നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ഞാൻ എല്ലാ ക്രോഷയുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്തതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മാറിപ്പോയി. ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ കണ്ടോ, ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് നമ്മളിതാ ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിൽ ചെയ്യണം. കണ്ടോ, മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിൽ ചെയ്തിട്ട് ഇതുപോലൊന്ന് വലിച്ച് ആദ്യം ഒരു ലൂപ്പ് മാത്രം കയറ്റുക, പിന്നെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുക, പിന്നെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി യാൺ ഓവർ ചെയ്തിട്ട് കയറ്റുക. സോ എത്രത്തോളം മനസ്സിലാവുണ്ടോ അത്രത്തോളം പറഞ്ഞുതരാമെന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, സൗണ്ട് പോയതാണ് തന്നെ എനിക്ക് ഓവർ സൗണ്ട് എടുക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പണ്ടാരം എന്ന് പറയാനായിട്ടില്ല, കാക്കച്ചിയുടെ സൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും വേസസ് ആണ് നമ്മൾ കാക്കച്ചി ഞാൻ വരുന്ന സൗണ്ടിന് എഫേർട്ട് എടുക്കണം. സോ അതുകൊണ്ട് തന്നെ നമുക്കിതാ കുറച്ച് സൗണ്ട് കൂട്ടിയും വേണം. എൻ്റെ സൗണ്ട് പോയതുകൊണ്ട് തന്നെ വല്ലാണ്ട് റിസ്ക് എടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തന്നെ കമൻറ്റ് ചെയ്യുക. അത്ര നേരം ഞാൻ പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് യാണവർ ചെയ്തിട്ട് എനിക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക, ഇല്ലെങ്കിലും ഒന്ന് പറയുക. എന്നാലും നമുക്ക് അതിനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഷോർട്സോ വ്ളോഗോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ. സോ നോക്കുക ഗൈസ്, അപ്പം നമ്മൾ ഇത് ഫുള്ള് ചെയ്തിട്ടൊന്ന് കാണാം. ലോങ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡ് ഞാൻ കൂട്ടുന്നുണ്ട്. ബിക്കോസ് അധികം സ്പീഡ് കൂട്ടി നമ്മളിപ്പോൾ ഫ്ലവേഴ്സ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് ബേസിക് സ്റ്റെപ്സ് വിടണം തോന്നിയിട്ടാണ് ഞാനിത് വിടണത്. അതുകൊണ്ട് തന്നെ കുറച്ച് മറ്റേ നല്ല ലോങ് ആയിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് നല്ല സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. സോ ഇനി ചെയ്യാൻ പോകുന്നതാണ് ഡബിൾ ക്രോഷേ. നേരത്തെ ചെയ്തത് ഹാഫ് ഡബിൾ ക്രോഷേ, ഇപ്പം ചെയ്യുന്നത് ഡബിൾ ക്രോഷേ. രണ്ടും ഒരു വ്യത്യാസം എന്ന് പറയുന്ന സാധനം ഒന്നുമില്ല. ഇത് നമ്മൾ ഹൈറ്റിന് വേണ്ടിയിട്ട് മൂന്നാമത്തിലല്ല ഇട്ടത്, ഇത് നമ്മൾ ഹൈറ്റിന് വേണ്ടിയിട്ട് നാലാമത്തിലിടുന്നുണ്ട്. ബാക്കി സ്റ്റെപ്സ് എല്ലാം സെയിം ആണ് ഗൈസ്. കണ്ടോ ഗൈസ്, നിങ്ങൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ഓവർ കാര്യങ്ങളൊന്നും പറയില്ല, കാരണം എനിക്ക് സൗണ്ട് എടുക്കാൻ വയ്യ ഗൈസ്. അത് മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. സോ നേരെ ഒന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് പറയട്ടോ. മെയിനായിട്ട് പറയാൻ പോകണം, നമ്മൾ സ്റ്റിച്ച് മാഗസിൻ്റെ ഉപയോഗം പറഞ്ഞിട്ടില്ല. ആ പറയാനും വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് പറയാമെന്ന്. സോ നമ്മൾ ഈ പറിച്ചിലിടിയ മറന്നു ഈ വീഡിയോയിൽ കാണിക്കാം. സോ ഇപ്പോഴാണ് പറയാൻ പറ്റിയത്. സോ ഇതിനെന്താ ഉപയോഗം എന്ന് വെച്ചാൽ, സ്റ്റിച്ച് മാഗസിൻ്റെ ഉപയോഗം എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇതുപോലെയാണൊക്കെ ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ച് മാഗസിൻ വളരെ ഉപയോഗമാണ്. നമ്മൾ അടയാളിട്ട് വെക്കാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. ഒരു സ്റ്റിച്ച് മാർക്കേഴ്സ് ഇട്ടിട്ട് നമ്മൾ ചെയ്ത് വെച്ച ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പിൻ്റെ ഉള്ളിലാണ് ഇട്ട് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു ലൂപ്പ് നമ്മൾ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഒരു വള്ളികളിക്കാട് ഫുൾ അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ഈ സ്റ്റിച്ച് മാർക്കേഴ്സ് അതിനുപയോഗിക്കും. പിന്നെ ഹൈറ്റിനും വേണ്ടിയിട്ട് ഉപയോഗിക്കും. വേണ്ട, ഞാനൊന്ന് വലിച്ചപ്പോൾ അവിടെ എത്തി. അത് എത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു വർക്ക് നിർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് മാർക്കേഴ്സൊക്കെ വിട്ട് വെച്ചിട്ടാണ് പോവല്ലോ കേട്ടോ. സോ ഇതിന് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ഒരു ഷോർട്സ് വേണമെങ്കിൽ വിടാം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. എല്ലാ വീഡിയോയിലുള്ള ലോങ് ആയി പോവും. അതുകൊണ്ടാണ് ഗൈസ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ട്യൂട്ടോറിയൽ വീഡിയോസെങ്കിലും നോക്കണം. സോ ഇന്ന് നിങ്ങൾ ഈ ഒരു വാക്ക് കംപ്ലീറ്റ്ലി കാണാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അത്ര തന്നെ ഉള്ളൂ.
ഏകദേശം തന്നെ ആ വർക്ക് ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അത്ര വെറൈറ്റി സംഗതി ഇതാ കട്ട് ചെയ്തിട്ടൊന്ന് ഇത് വലിച്ചിട്ടാൽ മതി കേട്ടോ. സോ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നതാണ്, എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അടുത്തത് എന്താണെന്ന്. ഇത് രണ്ടും കണ്ടോ, ഹൈറ്റിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, വേറെ സ്റ്റിച്ചസ് ഒക്കെ സെയിം ആണ് കണ്ടോ. നമ്മളിപ്പോൾ 4 ചെയ്ത് ഫൈനൽ 1 ആണ് ഇനി ചെയ്യാൻ പോണേ. ഗസ് ചെയ്യുക, ഞാനിപ്പോൾ പറയാൻ പോവാണേ. യെസ്, ട്രിപ്പിൾ ക്രോഷ്യാണ് നമ്മൾ ചെയ്യാൻ പോണത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോഴും വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കുറച്ച് എഫേർട്ടും വർക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് കാണാം, മനസ്സിലാവാൻ. ഞാൻ പറയാനുള്ള അടുത്തൊക്കെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയാം. കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ട, അതൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. സോ ഇത് പറഞ്ഞാൽ 1 hour വേണ്ടിയിട്ടുള്ളൊരു വാക്കാണ്. നിങ്ങൾക്ക് പറയാം ഈ ക്രോഷ്യ വാക്ക് സിമ്പിളാണ്, പക്ഷെ ചെയ്യുന്നവർക്ക് ബാക്ക് പെയിന് അതുപോലെ ഹാൻഡ് പെയിൻ ഉണ്ടാവും, നല്ല പെയിൻസും കാര്യങ്ങളും നല്ല ഉണ്ടാവും. പിന്നെ അതിനിടയിൽ കൂടെ നമ്മൾക്ക് സ്ട്രക്സും കാര്യങ്ങളും അതും പറയണം. പക്ഷെ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ തോന്നും, പിന്നെ ചെയ്യുമ്പോൾ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു തോട്ട്സാണ് നമുക്ക് തോന്നല്. സോ ഇതിലാദ്യം ചെയ്യേണ്ടത് നമ്മൾ 5th ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ആദ്യം യാർഡ് 2 yarn over ചെയ്യണം, അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടി ചെയിനിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിക്കാണ്ട് ആദ്യം ഒരു ലൂപ്പ് ചെയ്യുക, പിന്നെ yarn over ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുക, പിന്നെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുക, പിന്നെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുക. മനസ്സിലാവണിങ്ങനെ എന്ന് പറയുന്നവർക്ക് ഇതാ ഒന്നും കൂടി പറഞ്ഞു തരാം. ആദ്യം ഇതാ ഒരു 2 വട്ടം ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ചെയ്താൽ, പിന്നെ ഇതാ 1 yarn over ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുക, പിന്നെ yarn over ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുക, പിന്നെ yarn over ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ചെയ്യുക, പിന്നെ ഫുള്ളായിട്ടൊന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫൈനലൊക്കെ കാണാം ഗൈസ്. സോ ഗൈസ് ഏകദേശം വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലൊക്കെ കാണാതെ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്.